ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്ന ഇന്ത്യ അറ്റ് ഹാർട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മോഹൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മളുടെ വിഷയം കാശ്മീർ. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് കാശ്മീരിനെ കണ്ടെത്തൽ 1950. ഇതിൽ നമ്മൾ പരിശോധിക്കുന്ന വിഷയങ്ങൾ രണ്ടാണ്. ഒന്ന്, ഭാരതത്തിൽ ചേരുമ്പോൾ ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ മൊത്തം വിസ്തീർണം 2,27,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. അതിൽ എത്ര ഭാഗം ഇന്ന് ഭാരതത്തിൻ്റെ കൈവശമുണ്ട്? എന്തു സംഭവിച്ചു? 2, കാശ്മീരിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ധാരാളം ബുദ്ധിജീവികൾ കേരളത്തിലും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇവരുടെ ഈ നിലപാടിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്? നമുക്ക് ഈ രണ്ട് വിഷയങ്ങളും പരിശോധിക്കണം. ഇത് ഒരു ചരിത്രാവലോകനമാണ്. ചരിത്രത്തിൻ്റെ അടിസ്ഥാനം ഭൂമിശാസ്ത്രമായതുകൊണ്ട് ഭൂമിശാസ്ത്രവും ചരിത്രവും നമ്മളുടെ പഠനത്തിൻ്റെ പരിഗണനയിൽ വരും. ഒരു കമ്പാരിസന് വേണ്ടി തിരുവിതാംകൂറിനെ എടുത്താണ് നമ്മൾ ഈ പ്രദേശങ്ങളെപ്പറ്റിയെല്ലാം പഠിച്ചു വന്നത്. ഇത് 4ാം ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനെ പറ്റിയാണ്. 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഒരു അഗ്നിഗോളമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് തണുത്തുറഞ്ഞ് 7 ഭൂഖണ്ഡങ്ങളായി മാറുകയാണ് ചെയ്തത്. ഭൗമശാസ്ത്ര പ്രകാരം ഭൂമിയിൽ 8 ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ട്. 8 മേജർ പ്ലേറ്റുകളും കുറേ ഏറെ മൈനർ പ്ലേറ്റുകളുമാണ് ഭൗമശാസ്ത്ര പ്രകാരം പറയുന്നത്. ഈ ഇൻഡോ ആസ്ട്രേലിയൻ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ് അതിൽ നിന്ന് വേർതിരിഞ്ഞ് അത് യൂറോപ്പും ഏഷ്യയും ചേർന്ന യൂറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ച് കയറി. അങ്ങനെ ഇടിച്ച് കയറിയപ്പോൾ ആ കുറേ ഇടിച്ച് കയറിയ ഭാഗങ്ങളെല്ലാം ചുളുങ്ങി മറിഞ്ഞ് ഒരു ഉയർന്ന പർവ്വത പ്രദേശങ്ങളായി രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ടതാണ് ഹിമാലയം. ഹിമാലയ പർവ്വതം ഇപ്പോഴും ആ ഇടിയുടെ ആഘാതത്തിൽ നിന്ന് മോചിതയായിട്ടില്ല. അതിൻ്റെ ഉയരം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഭൗമശാസ്ത്രകാരന്മാർ പറയുന്നത്. ഈ ലഡാക്ക് പർവ്വതനിര യൂറേഷ്യൻ പ്ലേറ്റിനാണുള്ളത്. യൂറേഷ്യൻ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന നദികൾ അതുപോലെ തന്നെ നിലനിന്നു. അതിൻ്റെ ഗതിയിൽ ഈ ഇടിയുടെ ആഘാതത്തിൽ കുറേ വ്യത്യാസം വന്നിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നദികൾ നേരത്തെ ഉണ്ടായിരുന്ന നദി അങ്ങനെ തന്നെ നിലനിന്നു. അങ്ങനെ ഉണ്ടായിരുന്ന നദിയാണ് സിന്ധു നദി. സിന്ധു നദി വളരെ പഴയ നദിയാണ്. ബട്ടാലിക്കാണ് ലഡാക്കിൻ്റെ അതിര് എന്ന് നമ്മൾ കഴിഞ്ഞ 3ാം ഭാഗത്തിൽ പറഞ്ഞിരുന്നു. ബട്ടാലി കഴിഞ്ഞ് ബാൾട്ടിസ്ഥാൻ തുടങ്ങുകയായി. കുറച്ച് പടിഞ്ഞാറ് മുന്നോട്ട് വരുമ്പോൾ സിന്ധു നദിയിൽ സുരു നദി, നമ്മൾ ലഡാക്കിൽ കണ്ട സുരു വാലിയിൽ നിന്ന് വരുന്ന സുരു നദി സിന്ധു നദിയിൽ ചേരുന്നു. ഇത് ചേരുന്നത് മരോൾ എന്ന പ്രദേശത്ത് വെച്ചാണ്. ഈ മരോളിൽ സിന്ധു നദി ചേരുന്നത് സൻസ്കാർ പർവ്വതനിരയുടെ എൻഡിലാണ്. സൻസ്കാർ പർവ്വതനിര ഇനി ഫർദർ ബാൾട്ടിസ്ഥാനിലേക്ക് ഇല്ല. അതിനുശേഷം സിന്ധു നദി ഖർമാങ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് കയറുകയാണ്. ഈ സിന്ധു നദിയുടെ ഇനിയുള്ള യാത്രകൾ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക സ്വഭാവത്തിലാണ്. കുറേ ഓപ്പൺ ടാങ്കുകൾ നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഓപ്പൺ ടാങ്കുകളെ തമ്മിൽ പൈപ്പുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഓപ്പൺ ടാങ്കുകളിലും പൈപ്പുകളിലും കൂടി വെള്ളം ഒഴുകുന്നോ, എങ്ങനെ ഒഴുകുന്നോ, ഏതാണ്ട് അതേ രീതിയിലാണ് സിന്ധു നദിയുടെ ഇനിയുള്ള യാത്ര. ഖർമാങ് എന്ന് പറയുന്ന പ്രദേശത്ത് സുരു നദി ചേരുന്നത് ഒരു താഴ്വരയിലാണ്. സുരു വാലി മരോൾ എന്ന പ്രദേശത്ത് വെച്ച്. അതിനുശേഷം ചെങ്കുത്തായ പാറയിടുക്കിലൂടെയാണ് സിന്ധു നദി യാത്ര ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 90 കിലോമീറ്റർ ചെങ്കുത്തായ പാറയിടുക്കിൽ കൂടി സിന്ധു നദി യാത്ര ചെയ്യുന്നു. ഈ പാറയിടുക്കിൻ്റെ ആഴം ഏതാണ്ട് 1.5 കിലോമീറ്ററോളം വരും. 1.5 കിലോമീറ്റർ ആഴമുള്ള പാറയിടുക്കിൽ കൂടി 90 കിലോമീറ്ററാണ് സിന്ധു നദി യാത്ര ചെയ്യുന്നത്. ഇത് ഖർമാങ് ഗർത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഖർമാങ് മലയിടുക്ക് എന്ന് പറയാം. ഏതാണ്ട് 90 കിലോമീറ്റർ നീളമുണ്ട്. ഇതിന് 1.5 കിലോമീറ്ററോളം താഴ്ചയുണ്ട്. ഇതിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ തട്ട് ഏതാണ്ട് 50 മീറ്റർ വരെ വീതി ഉണ്ടാകാം. അതിന് മുകളിലേക്ക് ചെങ്കുത്തായ പർവ്വത പ്രദേശങ്ങളാണ് 2 സൈഡിലും ഉള്ളത്. ഈ 90 കിലോമീറ്റർ ദൂരവും ഇങ്ങനെ തന്നെയാണ് സിന്ധു നദി യാത്ര ചെയ്യുന്നത്. ഈ യാത്രയിൽ വലതുഭാഗത്ത് ആണ് ലഡാക്ക് പർവ്വതനിര,
വലതുഭാഗത്ത് ലഡാക്ക് പർവ്വതനിരയാണ്, സൻസ്കാർ പർവ്വതനിരയില്ല. ഇടതുഭാഗത്തുള്ളത് ദ്യോസായി പ്ലെയിൻസാണ്. പാമീർ പീഠഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള രണ്ടാമത്തെ പീഠഭൂമിയാണ് ദ്യോസായി പ്ലെയിൻസ്. അപ്പോൾ ഏതാണ്ട് 90 കിലോമീറ്ററോളം നമ്മൾ ഇങ്ങനെ സിന്ധു നദിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇത് കേരിസ് എന്ന സ്ഥലത്തെത്തുന്നു. ലഡാക്കിൽ വെച്ച് കണ്ട പരിചയപ്പെട്ട ഷോക്ക് നദി കേരിസിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുകയാണ്. ഇത് ഈ ഖർമാങ് ഗർത്തത്തിൻ്റെ അവസാന ഭാഗത്താണ്. ഈ പ്രദേശത്തിന് സ്കർദു ബൗൾ എന്നാണ് പറയുന്നത്. സ്കർദു ബൗളിലാണ് ഇത് ഒരു തുറന്ന കുറേയും കൂടി വീതിയുള്ള ഒരു സമതലത്തിലെത്തി ചേരുകയാണ്. ഷോക്ക് നദി ഇത് ലയിക്കുമ്പോൾ സിന്ധു നദിയുടെ വെള്ളത്തിൻ്റെ വ്യാപ്തി ഇരട്ടിയാവുകയാണ്. സ്കർദു ആണ് ബാൾട്ടിസ്ഥാൻ്റെ തലസ്ഥാനം. അത് ഏതാണ്ട് ഒരു 30 കിലോമീറ്ററോളം ഇങ്ങനെ തുറന്ന വാലിയിൽ തന്നെ കിടക്കുന്നു. ഈ തുറന്ന വാലിയുടെ അവസാനം ഷിഗാർ നദി ഇതിൽ വന്ന് ചേരുന്നു. ഈ സ്കർദു എന്ന് പറയുന്ന പ്രദേശവും സിന്ധുവിൻ്റെ ഇടതുഭാഗം കട്പന ശീത മരുഭൂമിയാണ്. സിന്ധുവിൻ്റെ വലതുഭാഗം സർഫരംഗ ശീത മരുഭൂമിയാണ്. സ്കർദു എന്ന് പറയുന്നത് ഒരു പട്ടണമാണ്. സ്കർദു ചരിത്രാതീത കാലം മുതലേ സ്കർദു ആയിരുന്നു ബാൾട്ടിസ്ഥാനിലെ ക്യാപിറ്റൽ. ഇവിടെ ഒരു മരുപ്പച്ചയാണിത്. സ്കർദുവിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം മാറിയാണ് ദ്യോസായി പ്ലെയിൻസിൻ്റെ തുടക്കം. 4500 മീറ്റർ ഉയരത്തിലാണത്. ദ്യോസായി പ്ലെയിൻസ് മുന്നോട്ട് പോയി ഹിമാലയത്തിൻ്റെ അടുത്ത് വരെ എത്തുമ്പോൾ അതിനിടയ്ക്ക് കൂടി ആണ് സുരു നദിയുടെ ഒരു മുഖ്യ ഭാഗമായ ഷിംഗോ നദി ഒഴുകുന്നത്. ഷിംഗോ നദി കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ അതിരിലേക്ക് നമ്മൾ എത്തുകയാണ്. സിയാഷൻ ഗ്ലേസിയർ എന്ന് കേൾക്കാത്തവർ കുറവായിരിക്കും. ഈ ഖർമാങ് മലയിടുക്കിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്താണ് സിയാഷൻ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത്. ഗ്ലേസിയർ എന്നാൽ സഹസ്രാബ്ദങ്ങളായി മഞ്ഞടിഞ്ഞുകൂടി അതിൽ നിന്ന് ഉരുകിപ്പോയതിൽ ബാക്കി ശേഷിക്കുന്ന മഞ്ഞ് വീണ്ടും അടിഞ്ഞടിഞ്ഞ് ഉണ്ടാകുന്ന വലിയ ഗ്രൗണ്ടുകളാണ്, ഐസ് ഗ്രൗണ്ടുകളാണ് ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ. നദികളിൽ വേനൽക്കാലത്ത് ജലം കിട്ടുന്നത് ഈ ഗ്ലേസിയറുകൾ ഉരുകിയിട്ടാണ്. ഭാരതത്തിൻ്റെ കൈവശമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാഷൻ ഗ്ലേസിയർ എന്നും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഖർമാങ് ഗോർജിൻ്റെ വലതുഭാഗത്ത് കാരക്കോറം പർവ്വതത്തിനോട് ചേർന്ന് തന്നെ ബാൾട്ടോറോ എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറുണ്ട്. ഈ ബാൾട്ടിസ്ഥാൻ മുഴുവൻ ഗ്ലേസിയറുകളുടെയും ഉയർന്ന മഞ്ഞുമലകളുടെയും ഒരു ഭൂമിയാണ് എന്ന് പറയാം. ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതമായ കൊടുമുടിയായ K2 ഇവിടെയാണുള്ളത്. ലോകത്തിൽ 8000 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള 4 കൊടുമുടികൾ ബാൾട്ടിസ്ഥാനിലെ കാരക്കോറം മേഖലയിലുണ്ട്. ഈ കേരിസിൽ വെച്ച് ലഡാക്ക് പർവ്വതനിര അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കേരിസിനപ്പുറത്തോട്ട് ലഡാക്ക് പർവ്വതനിരയില്ല. അപ്പോൾ ഇതുവരെ സിന്ധു നദി ഒഴുകിക്കൊണ്ടിരുന്നത് ആദ്യം നമ്മൾ കണ്ടു സൻസ്കാർ പർവ്വതനിരയ്ക്കും ലഡാക്ക് പർവ്വതനിരയ്ക്കും ഇടയ്ക്കായിരുന്നു സിന്ധു നദി ലഡാക്കിൽ ഒഴുകിയതെങ്കിൽ ബാൾട്ടിസ്ഥാനിൽ വരുമ്പോൾ സൻസ്കാർ പർവ്വതനിരയില്ല. ലഡാക്ക് പർവ്വതനിരയ്ക്കും ദ്യോസായി പീഠഭൂമിക്കും ഇടയ്ക്കാണ് സിന്ധു നദി ഒഴുകുന്നത്. കേരിസിൽ എത്തുമ്പോഴേക്കും ലഡാക്ക് പർവ്വതനിരയും തീരുകയാണ്. ഇനി അങ്ങോട്ട് സിന്ധു നദി കേരിസിന് മുന്നോട്ട് പോകുമ്പോൾ സിന്ധു നദി ഒഴുകുന്നത് കാരക്കോറത്തിനും ദ്യോസായി പ്ലെയിൻസിനും ഇടയ്ക്കൂടെയാണ്. ഈ ലഡാക്ക് ഏരിയയിലെല്ലാം മലമ്പ്രദേശങ്ങൾ വളരെ ഉയരം കൂടിയതായതുകൊണ്ട് ഈ നദിയുടെ തടങ്ങളിൽ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന രീതിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഫോളോ ചെയ്യാറുള്ളത്. സ്കർദുവിൽ നിന്ന് ലഡാക്കിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിന്ധു നദിയിൽ കൂടെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇത് കിഴുക്കാന്തൂക്കായ മലഞ്ചരിവാണ്. ഏതാണ്ട് 1.5 കിലോമീറ്റർ താഴ്ചയുമുണ്ട്. സ്കർദുവിൽ നിന്ന് ഇവിടേക്ക് എത്താൻ ലഡാക്കിലേക്ക് ബറ്റാലിക്കിലേക്ക് പോകാനുള്ള 90 കിലോമീറ്റർ ദൂരവും ഒരു കാലത്തും നദിയിലുള്ള യാത്ര ആരും ആരംഭിച്ചിട്ടില്ല. അതിന് സ്കർദുവിൽ നിന്ന് പോകാൻ മലമ്പ്രദേശത്തൂടെ തന്നെ പാസുകൾ കടന്നാണ്, കാർഗിൽ വഴിയാണ് ലഡാക്കിലേക്കും ലേയിലേക്കുമെല്ലാം പണ്ട് കാലത്ത് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഈ സ്കർദു കഴിഞ്ഞാൽ സിന്ധു നദി വീണ്ടും പൈപ്പിൽ പ്രവേശിക്കുകയാണ്. 150 കിലോമീറ്ററോളം ഉള്ള റോണ്ടു ഗോർജ് എന്ന് പറയുന്ന പ്രദേശത്തുകൂടിയാണ് സിന്ധു നദി പോകുന്നത്. ചെങ്കുത്തായ കരിങ്കൽച്ചാൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം താഴ്ചയുണ്ട് ഇവിടെ. മുന്നോട്ട് പോകുന്തോറും ഈ ആഴം കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് 140 കിലോമീറ്ററോളം ഈ റോണ്ടു ഗോർജിൽ കൂടെ പോയതിന് ശേഷം ഇത് ജഗ്ലോട്ട് എന്ന സ്ഥലത്തെത്തുന്നു.
ഈ ജഗ്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അടുത്ത ഒരു മുഖ്യ നദി ഗിൽജിത് നദി ഇതിൽ ചേരുന്നു. ഇനി റോണ്ടു ഗോർജിൻ്റെ ഇടതുഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ ദ്യോസായി പീഠഭൂമിയാണ്. വലതുഭാഗം ഹരാമോഷ് പർവ്വതനിരയാണ്. അത് കാറക്കോറത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ഹരാമോഷ് പർവ്വതനിര. ഈ ഹരാമോഷ് പർവ്വതനിരയ്ക്കും കാറക്കോറത്തിനും ഇടയ്ക്ക് ചെറിയ ചെറിയ താഴ്വരകളുണ്ട്. അതിഭയങ്കരമായ വേഗതയിലാണ് സിന്ധു നദി യാത്ര ചെയ്യുന്നത്. ഈ സിന്ധു നദിയുടെ യാത്രയിൽ ഓരോ നദിയും വന്ന് ചേരുമ്പോൾ ഏതാണ്ട് ടോട്ടൽ സിന്ധുവിൽ കൂടി ഒഴുകുന്ന ടോട്ടൽ വെള്ളത്തിൻ്റെ ഏതാണ്ട് 10% അഡീഷണൽ, ഒരു ആവറേജ് ഒരു 10% അഡീഷണൽ വെള്ളം ഓരോ നദിയും സിന്ധു നദിയിൽ കൊണ്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിന്ധു നദി ഡെംചോക്കിൽ നിന്ന് വരുന്ന സിന്ധു നദിയിൽ ടോട്ടൽ വാട്ടർ വോള്യൂമിൻ്റെ 7% ഉള്ളതെങ്കിൽ സംസ്കാർ നദി അതിൽ ഒരു 10% ചേർക്കുന്നു, സുരു നദി ഒരു 10% ചേർക്കുന്നു, ഷ്യോഗ് നദി ഒരു 10% ചേർക്കുന്നു, ഷിങ്കാർ നദി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, അതൊരു 3% ചേർക്കുന്നുള്ളൂ. ഗിൽജിത് നദി പിന്നെയും ഏതാണ്ട് 8-9% വെള്ളം ഗിൽജിത് നദിയിൽ ചേർക്കുന്നു. ഈ ജഗ്ലോട്ട് എന്ന് പറയുന്ന ഈ പ്രദേശം ഇത് ഭൂമിശാസ്ത്രപരമായി വളരെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ്. ജഗ്ലോട്ടിൽ വെച്ച് സിന്ധു നദി ഒരു 90 ഡിഗ്രി ടേൺ എടുക്കുന്നുണ്ട്. സിന്ധു നദി ഇടത്തോട്ട് തിരിയുന്നു. ഈ ഇടത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ജഗ്ലോട്ടിൽ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ജഗ്ലോട്ടിൽ നമ്മളുടെ ഇടതുഭാഗത്ത്, സിന്ധു നദിയുടെ ഇടതുഭാഗത്ത് വരുന്നത് ഹിമാലയ പർവ്വതനിരയുമാണ്. അപ്പോൾ ഹിമാലയ പർവ്വതനിരയും ഹിന്ദുക്കുഷ് പർവ്വതനിരയും കാറക്കോറം പർവ്വതനിരയും ഒരുമിച്ച് ചേരുന്ന പ്രദേശമാണ് ജഗ്ലോട്ട്. ട്രിപ്പിൾ ജംഗ്ഷൻ എന്ന് പറയാം. ഇത് ലോകത്തിൽ വേറെ ഒരിടത്തും ഇങ്ങനെ 3 മൗണ്ടൻ റേഞ്ചസ് ഒരുമിച്ച് ചേരുന്ന ഒരു പ്രദേശമില്ല. ജഗ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്ത് 6 കിലോമീറ്റർ മാറിയാണ് ബുഞ്ചി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ബുഞ്ചിയിൽ ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിന് വേണ്ടിയുള്ള ഒരു ഡാം നിർമ്മിക്കാൻ അവിടുത്തെ ഭരണകൂടം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിൽജിത്തിൽ നിന്ന് കോഹിസ്ഥാനിലേക്കുള്ള വഴിയും അതിന് താഴെയുമെല്ലാം വലിയ ഡാമുകൾ നിർമ്മിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ള സ്ഥലങ്ങളാണ്. ഈ ജഗ്ലോട്ട് ബൗളിൽ വെച്ചാണ് ആസ്റ്റോർ നദിയും ഗിൽജിത് നദിയും സിന്ധുവിൽ ചേരുന്നത്. ഈ പ്രദേശത്താണ് നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി സിന്ധു നദി നംഗപർവ്വതത്തെ ചുറ്റിയാണ് പോകുന്നത്. ബാൾട്ടിസ്ഥാൻ്റെ പടിഞ്ഞാറ് എൻഡിലാണ് നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 25 കിലോമീറ്ററിനപ്പുറം സിന്ധു നദി ചിലാസ് ഗോർജിലേക്ക് എത്തുകയാണ്. ചിലാസ് ഗോർജിൽ ഏതാണ്ട് 60 കിലോമീറ്ററോളം യാത്ര ചെയ്തതിന് ശേഷം ചിലാസിൽ വെച്ചും ബൗൾ പോലത്തെ ഒരു പ്രദേശത്ത് സിന്ധു എത്തുന്നു. അതിനുശേഷം ഇത് കോഹിസ്ഥാൻ ഗോർജിലേക്ക് കടക്കുകയാണ്. ഇത് ടോട്ടൽ ഇൻഡസ് ഗോർജ് എന്ന് നമുക്ക് ഈ മൊത്തം ഈ സെക്ഷനെ വിളിക്കാം. നംഗപർവ്വതത്തിൻ്റെ സൈഡിൽ കൂടി ഒഴുകുമ്പോൾ സിന്ധു നദിയുടെ പ്രദേശം ഒരു സൈഡിൽ 8000 മീറ്റർ ഉയരമുള്ള നംഗപർവ്വതത്തിൻ്റെ കിഴക്കാന്തൂക്കായ ഭിത്തി, പിന്നെ നദിയുടെ താഴ്ചയും ഏതാണ്ട് 200 കിലോമീറ്ററോളമാണ് മൊത്തം ഇൻഡസ് ഗോർജിൻ്റെ നീളം. ഇത് അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയനേക്കാളും 3 ഇരട്ടി താഴ്ചയാണ് ഇവിടെയുള്ളത്. ഗ്രാൻഡ് കാനിയൻ ഏതാണ്ട് 1.5 കിലോമീറ്ററാണ് ഗ്രാൻഡ് കാനിയൻ്റെ ഡെപ്ത് എങ്കിൽ ഇവിടെ സിന്ധു നദിയുടെ ഡെപ്ത് ഏതാണ്ട് 3 കിലോമീറ്ററോളമാണ്. ജഗ്ലോട്ടിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ മാറിയാണ് ഗിൽജിത്തിൻ്റെ ബോർഡർ അവസാനിക്കുന്നത്. അതിനുശേഷം ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യയിലേക്ക് സിന്ധു നദി പ്രവേശിക്കുന്നു. കാറക്കോറവും എല്ലാം സംയോജിക്കുന്ന പ്രദേശമാണ് ഗിൽജിത്ത് എന്ന പ്രവിശ്യയുടെ മുഖ്യഭാഗം. ഇവിടെ താഴ്വരകളുണ്ട്. ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണ് അവിടെയുള്ളത്. പക്ഷേ ഗിൽജിത്ത് നദി ഹുൻസാർ നദിയും ഈ പ്രദേശത്തൂടെയാണ് ഒഴുകുന്നത്. ഗിൽജിത്ത് പട്ടണത്തിൽ വെച്ചാണ് ഹുൻസാർ നദി ഗിൽജിത്ത് നദിയിൽ ചേരുന്നത്. ഹുൻസ താഴ്വരയും നഗർ താഴ്വരയും ഗിൽജിത്തിൻ്റെ വടക്ക് ഭാഗത്ത് ആണ്. ചൈന അതിർത്തിയിലേക്ക് കയറിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഗിൽജിത്ത് ഒരു ഭൂപ്രകൃതിയുടെയും സംസ്കാരങ്ങളുടെയും ഒരു കാലിഡോസ്കോപ്പാണ് എന്ന് പറയാം. ഗിൽജിത്തിൻ്റെ ഈ 40,000-ൽ പരം വരുന്ന സ്ക്വയർ കിലോമീറ്ററിനകത്ത്
വിവിധ തരത്തിലുള്ള സാംസ്കാരിക വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള ഭാഷാ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവിടെ 3 പർവ്വത ശ്രേണികളുടെ സംഗമമാണ് ഗിൽജിത്ത് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് വിവിധ ഭാഷകളുടെയും വിവിധ സംസ്കാരങ്ങളുടെയും ഒരു സമ്മേളന സ്ഥലമാണ് ഗിൽജിത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗിൽജിത്തിൽ വാഖി ഭാഷയും ഷീന ഭാഷയും ബുരുഷാസ്കി ഭാഷയും ഖോവർ ഭാഷയും സംസാരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തനതായ റേസുകളാണ്, തനതായ വംശീയ വിഭാഗങ്ങളാണ്. ഇവരെല്ലാം ഇസ്ലാം മത വിശ്വാസികളാണ്. ഇസ്ലാം മതത്തിലെ ഷിയ സെക്റ്റിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലുള്ളത്. ഷിയകൾ ഉണ്ട്, ഇസ്മയിലി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, നൂർബക്ഷി സൂഫിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗിൽജിത്തിൽ. ബാൾട്ടിസ്ഥാനിലെ മുഖ്യ ഭാഷ ബാൾട്ടിയാണ്. ബാൾട്ടികൾ ഒരു പ്രത്യേക റേസാണെന്ന് നമുക്ക് പറയാം. ബാൾട്ടിസ്ഥാനിൽ കൂടുതലും ഷിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഗിൽജിത്തിൽ തന്നെ സുന്നികളുമുണ്ട്. ഇസ്ലാം ഇവിടെ എത്തിയത് സൂഫിസത്തിലൂടെയാണ്. AD 14 നൂറ്റാണ്ടിൽ വരെ ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളായിരുന്നു ബാൾട്ടിസ്ഥാനിലെയും ഗിൽജിത്തിലെയും രാജാക്കന്മാരും ജനങ്ങളും. AD 14 നൂറ്റാണ്ടോടുകൂടി സൂഫിസം അവിടെ എത്തുകയാണ്. ഇസ്ലാമിൻ്റെ സ്പിരിച്വൽ മുഖമാണ് സൂഫിസം. ഇസ്ലാമിന് സ്പിരിച്വൽ സൈഡും സ്ട്രക്ചറൽ സൈഡും പൊളിറ്റിക്കൽ സൈഡുമുണ്ട്. സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു ചെന്ന് ദൈവവുമായി ഏകാത്മ്യം പ്രാപിക്കുന്ന ഒരു ആത്മീയ രീതിയാണ് സൂഫിസം പിന്തുടരുന്നത്. ഇതിന് ബുദ്ധമതത്തിലെ പ്രാർത്ഥനാ രീതികളോടും സന്യാസി വര്യന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന പഠന രീതിയോടും ഗുരു ശിഷ്യ പരമ്പരയോടും എല്ലാം സൂഫിസത്തിന് ബുദ്ധിസവുമായി നല്ല സാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സൂഫിസത്തിലേക്കുള്ള ഒരു മാറ്റം ഒരു വിപ്ലവകരമായ വ്യത്യാസമൊന്നും ആയിരുന്നില്ല. കൂടാതെ സൂഫി സന്യാസിമാർ ധനാഢ്യന്മാരായ കച്ചവടക്കാരും പ്രമാണികളുമായിരുന്നു. അവർക്ക് രാജാക്കന്മാരെയും ജനങ്ങളെയും തങ്ങളുടെ ദൈവവിശ്വാസത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവും സ്വാധീനശക്തിയും ഉണ്ടായിരുന്നു. ബാൾട്ടിസ്ഥാനിലെ മക്പൻ രാജവംശത്തെയും ഗിൽജിത്തിലെ നിർഘൻ രാജവംശത്തിലെയും രാജാക്കന്മാരെ അവർ സൂഫിസത്തിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്തത്. ആ സ്വാധീനം കൂടി ഉപയോഗിച്ച് ജനങ്ങളെയും സൂഫിസത്തിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ നടപ്പാക്കുകയും ചെയ്തു. സ്ട്രക്ചറൽ ഇസ്ലാമിൻ്റെ രൂപം അവിടെ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ സൂഫിസവും പൊളിറ്റിക്കൽ ഇസ്ലാമും അവിടെ സ്ഥാനം പിടിച്ചു. അങ്ങനെയാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഏരിയകളിൽ ബുദ്ധമതത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്ന ഈ പ്രദേശങ്ങളിൽ സൂഫിസം എത്തുകയും അതുവഴി ഇസ്ലാം അവിടെ പ്രാമാണ്യം നേടുകയും ചെയ്തത്. ഗിൽജിത്തിൻ്റെ വടക്കേ അറ്റമാണ് വഖാൻ കോറിഡോർ ഉള്ളത്. വഖാൻ കോറിഡോറിലൂടെ മധ്യേഷ്യയിലേക്കുള്ള യാത്രാ കവാടമായിരുന്നു വഖാൻ കോറിഡോർ. ചൈനയിലേക്ക് കടക്കാനുള്ള പാസുകളും എല്ലാം ഗിൽജിത്തിലുണ്ട്. മധ്യേഷ്യയുമായിട്ടുള്ള ചൈനയുമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനായിട്ടുള്ള വാതിലുകളുടെ എല്ലാം നിയന്ത്രണം ഗിൽജിത്ത് വഴിയാണ് ഉണ്ടായിരുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഫ്രം ദ നോർത്ത് ഗിൽജിത്ത് ആയിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നഗർ ഹുൻസ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് മിർ ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു കാറക്കോറത്തിനപ്പുറമുള്ള ഷക്സ്ഗം വാലിയും. ഈ ഷക്സ്ഗം വാലിയുടെ കഥ നിങ്ങൾ കേട്ട് കാണും. ഷക്സ്ഗം വാലി ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ലഡാക്കിൽ കണ്ട അതേ ഒരു ലോജിക്ക് അനുസരിച്ച് കാറക്കോറത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ ചൈന അവരുടെ അവകാശത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുകയും 1963 അത് ചൈനയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഏരിയയുടെ മൊത്തം വിസ്തീർണം ഏതാണ്ട് 73,000
സ്ക്വയർ കിലോമീറ്ററാണ്. ഷക്സ്ഗം വാലിയുടെ 5000 കിലോമീറ്റർ കൂടെ ചേർന്നാൽ നമുക്ക് ഏതാണ്ട് 78,000 സ്ക്വയർ കിലോമീറ്റർ കിട്ടും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഏരിയയുടെ മൊത്തം വിസ്തീർണം. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഏരിയ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ്റെ തന്ത്രപ്രാധാന്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ 1880 തങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാൻ ശ്രമങ്ങൾ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു. അതിന് ദോഗ്ര രാജാവിനെ അവർ നിർബന്ധിച്ചുകൊണ്ടുവരുന്നു. ഗിൽജിത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം അവർ ഒരു പ്രത്യേക പട്ടാള വിഭാഗത്തെ അവിടെ നിലനിർത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ ചിലവ് വഹിച്ചിരുന്നത് ദോഗ്ര രാജാവായിരുന്നു. ഗിൽജിത് സ്കൗട്ട് എന്നായിരുന്നു ആ പട്ടാള വിഭാഗത്തിൻ്റെ പേര്. ഇതിനു വേണ്ടി മാത്രം അവരവിടെ ഗിൽജിത്ത് ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭരണപ്രദേശം ഈ ജമ്മു ആൻഡ് കാശ്മീരിനകത്ത് തന്നെ നിലനിർത്തിയിരുന്നു. പൊളിറ്റിക്കൽ ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയും അവരവിടെ നിർത്തിയിരുന്നു. ഇതാണ് അതിൻ്റെ ചരിത്രവശം. സിന്ധു നദി ഖൈബർ പഖ്തൂൺഖ്വ പ്രദേശത്തേക്ക് കടക്കുന്ന ബോർഡർ വില്ലേജിൻ്റെ പേര് സസിൻ എന്നാണ്. സസിനിലെത്തുന്നതോടുകൂടി നമ്മുടെ ട്രാൻസ് ഹിമാലയൻ JNKയിലെ പര്യവേഷണം പൂർത്തിയാവുകയാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിഞ്ഞില്ലെങ്കിൽ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ജോഗ്രഫിക് സ്റ്റഡി നമ്മൾ നടത്തിയത്. ഗിൽജിത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ചൈനയാണ്. പസഫിക് സമുദ്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യൻ ഓഷ്യനിലും അറബിക്കടലിലേക്കും ഉള്ള എൻട്രി പോയിന്റ് ഗിൽജിത്താണ്. ഗിൽജിത്തിൽ കൂടി ചൈന കാരക്കോറം ഹൈവേ എന്ന ഒരു വിശാലമായ ഹൈവേ നിർമ്മിച്ച് പാകിസ്ഥാനിലെ ഖാഡർ പോർട്ട് വരെ എത്തിക്കുന്നു. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന ഒരു സംരംഭവും ഈ റോഡിനോട് ചേർന്ന് ചൈനയും പാകിസ്ഥാനും ചേർന്ന് സംയുക്തമായി സൃഷ്ടിക്കുന്നുണ്ട്. ഗിൽജിത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്കുണ്ടായ സ്ട്രാറ്റജിക് നഷ്ടം, തന്ത്രപരമായ നഷ്ടം വളരെ വലുതാണ്. അത് ഈ അവസ്ഥ തുടരുന്നിടത്തോളം കാലം ഭാരതം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഈ പഠനത്തിൽ വിവിധ പ്രദേശങ്ങളിലെ എത്നിസിറ്റിയെ പറ്റിയും അവിടുത്തെ റിലീജിയസ് വിശ്വാസങ്ങളെ പറ്റിയും ഉള്ള ചർച്ചകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, എത്നിസിറ്റി ഒരു രാജ്യത്തിൻ്റെ നാഷണലിസം തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ട്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഭാരതം. ജമ്മു കാശ്മീരിലും ഈ മതാധിഷ്ഠിതമായ വിഭജനത്തിനുള്ള സാഹചര്യങ്ങൾ ശക്തമായി നിലനിന്നിരുന്നു. അത് നമ്മളുടെ ജമ്മു കാശ്മീർ പഠനത്തിൻ്റെ പ്രധാന ഘടകവുമാണ്. അതിനുള്ള പശ്ചാത്തലം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റെഫറൻസസ് ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. ഇത് വേൾഡ് കപ്പിൻ്റെ സീസണാണല്ലോ. നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് കളിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളതിൻ്റെ ഫോർവേഡാണ്. നിങ്ങൾ ബോളും കൊണ്ട് എതിർ പോസ്റ്റിലേക്ക് കുതിച്ചു പായുന്നു. നിങ്ങളെ എതിരിടുന്ന ഫോർവേഡുകളെ നിങ്ങൾ ഡോട്ട് ചെയ്ത് മാറ്റുന്നു. നിങ്ങൾ ഡിഫൻസിനെയും കീഴ്പ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് ഗോൾ പോസ്റ്റും ഗോളിയും മാത്രമേ ഉള്ളൂ മുമ്പിൽ. ഗോളിയും സ്ഥാനം തെറ്റി നിൽക്കുന്നു. നിങ്ങൾ അടിക്കാൻ ഓങ്ങുമ്പോൾ നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ ഞങ്ങളുടെ ടീം കളി നിർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? കാണികൾക്ക് എന്ത് തോന്നും? ഏതാണ്ട് ഇതുപോലൊരു കഥയാണ് കാശ്മീരിൽ നമുക്ക് കേൾക്കാനുള്ളത്. അത് വരും വീഡിയോകളാകാം. നന്ദി, നമസ്കാരം.